കെ ജയപ്രസാദ് അങ്ങേക്ക് മറുപടി നൽകാം. ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വരെ നിയമിക്കുന്നതിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ ഉണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ശ്രീ കെ ജയപ്രസാദ്, രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം EVM-ലും ഇലക്ഷൻ കമ്മീഷനിലും വോട്ടേഴ്സ് ലിസ്റ്റിലും കൊണ്ട് നിർത്തുന്നത് അത് തികച്ചും ഒരർത്ഥത്തിൽ ഒരു ആത്മവിമർശനം നടത്താനുള്ള കഴിവില്ലായ്മയോ അല്ലെങ്കിൽ ബോധപൂർവമാണ്. കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നിപ്പോൾ ബീഹാറിൽ ഇന്ന് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദയാത്ര തുടങ്ങിയിരിക്കുകയാണല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടിൻ്റെ പെർഫോമൻസ് 2005 കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ലഭിച്ചത് 6.7%, അസംബ്ലി ഇലക്ഷനിൽ 2010 അസംബ്ലി ഇലക്ഷനിൽ 8.3%, 2015 ഇലക്ഷനിൽ 6.7%, 2020 ഇലക്ഷനിൽ 9.48%. അപ്പോൾ ഇത് ഈ പറഞ്ഞ സംവിധാനങ്ങളും വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദയനീയമായ പരാജയമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1977 അതിനുശേഷം 89, 96, 98, 99, 2014, 19, 24 പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരാജയങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകത കൊണ്ടും അല്ലെങ്കിൽ EVM-ൻ്റെ പ്രശ്നം കൊണ്ടുമാണെന്ന് പറയുന്നത് ശരിയാണ്. അതോ ഒരു പാർട്ടി തന്നെ സ്വയം ആത്മവിമർശനം നടത്തണമോ? കാരണം സംഘടനാപരമായ പരാജയത്തെ മൂടിവെക്കാൻ വേണ്ടി കൂടെയാണ് അവർ ചെയ്യുന്നത്. മറ്റൊന്ന്, ഇലക്ഷൻ കമ്മീഷനെ നമ്മുടെ ഭരണഘടനാപരമായി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 324 പ്രകാരം സിംഗിൾ മെമ്പർ ഇലക്ഷൻ കമ്മീഷനാണ് പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് എന്ന ഫലത്തിൽ അത് നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ 1989 വരെ അതായത് പ്രധാനമന്ത്രിയുടെ പ്രകാരമായിരിക്കും ചെയ്യുക. സിംഗിൾ മെമ്പർ ഇലക്ഷൻ കമ്മീഷനായിരുന്നു. അതിനകത്ത് ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം TN ശേഷൻ്റെ സമയത്താണ് അത് മൾട്ടി മെമ്പർ ആക്കുന്നത്. 93 നരസിംഹറാവു ആണ് അതിനെ മൾട്ടി മെമ്പർ 3 മെമ്പർ എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 2015 ശ്രീ അനൂപ് ബാരൻവാൽ എന്ന് പറഞ്ഞ കേസ് കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വരികയും ആ കേസിൻ്റെ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് സുപ്രീം കോടതി, കാരണം ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയോഗിക്കുന്നതിന് ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ ഉൾക്കൊണ്ട് തന്നെ ഒരു വ്യവസ്ഥ വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ നിയമം ഒരു അമെൻമെൻറ്റ് വരുന്നത് വരെ, ഒരു ആക്ട് വരുന്നത് വരെ ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും എന്നുള്ള വ്യവസ്ഥ വെച്ചാൽ അത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയല്ല. ഒരിക്കലും ഒരു അപ്പോയിൻമെൻറ്റിൽ എക്സിക്യൂട്ടീവ് പ്രോസസ്സിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പെർമനൻ്റായിട്ട് പങ്കെടുക്കാൻ പാടില്ല. അത് ജുഡീഷ്യറിയാണ്. അപ്പീൽ സുപ്രീം കോടതിയും കൂടെ പങ്കെടുക്കുന്ന തീരുമാനത്തിനെതിരെ ഞാൻ എവിടെയാണ് അപ്പീൽ പോകാൻ കഴിയുക? അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധവുമാണ്. അതുകൊണ്ട് 2023 പാർലമെൻറ്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ നിയമം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 അംഗ കമ്മിറ്റി വയ്ക്കുന്നു. ആ 3 അംഗങ്ങളിൽ ഒരാൾ പ്രധാനമന്ത്രിയും ഒരാൾ പ്രതിപക്ഷ നേതാവും ഒരാൾ ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ്. പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരം അത് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ മിനിസ്റ്ററിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, പിന്നെ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന് എന്ത് റോളാണ് ഉള്ളത് സാറേ? ഒരു പ്രധാനമന്ത്രിയും ക്യാബിനറ്റിലെ ആളും കൂടെ വന്നാൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് എന്ത് കാര്യമാണ് ഇതിനകത്തുള്ളത്? അല്ല, നമ്മുടെ രാജ്യത്തെ പല ആ തരത്തിലുള്ള സെമി ജുഡീഷ്യൽ ബോഡികളിലും സെലക്ഷൻ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ നേതാവുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിക്ക് മേൽക്കോയ്മ വേണ്ട, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പക്ഷേ അത് നമുക്കറിയാമല്ലോ, അവരുടെ വ്യക്തിപരമായ അവരുടെ കരിയർ മുഴുവനും പരിശോധിച്ചതിന് ശേഷമാണ് അത് ഷോർട്ട് ലിസ്റ്റ് 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ ചോദിക്കുന്നത്, കോൺഗ്രസ് ഭരിച്ചിരുന്ന 55 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ്, ഇപ്പം നിങ്ങൾ പറയുന്നല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം, ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളിച്ചിരുന്നോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമപരമായി വരുന്നത് 2023 അമെൻമെൻറ്റിന് ശേഷമാണ്. മറ്റൊന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഒരു പെർമനൻറ്റ് സ്റ്റാഫ് എന്നുള്ള സംവിധാനമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു അപ്പെക്സ് ബോഡിയാണ്. അതാത് സംസ്ഥാനങ്ങളെ റവന്യൂ ഒഫീഷ്യൽസ്, പ്രധാനമായിട്ട് ചീഫ് ഇലക്ഷൻ ഓഫീസർ, അതിനുശേഷം കളക്ടർ, അതുപോലെ റവന്യൂ, ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് റവന്യൂ ഒഫീഷ്യൽസിൻ്റെ നേതൃത്വത്തിലാണ്. അതാത് സംസ്ഥാനങ്ങളാണ് ഡീസെൻട്രലൈസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന് യാതൊരു തരത്തിലുമുള്ള കേന്ദ്ര നയപരമായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പ് നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ചെയ്യുന്നതല്ലാതെ സംസ്ഥാനത്തെ പോലീസും സംസ്ഥാനത്തെ സിവിൽ സർവീസിനെയും ഉപയോഗിച്ചുകൊണ്ടാണ്. അത് എല്ലാ തരത്തിലുള്ള ജീവനക്കാരുമാണ്. അതിനകത്ത് ഒരു സാധാരണ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർ പോലും ഇലക്ഷൻ പ്രോസസ്സിൽ വളരെയധികം പങ്കെടുക്കാറില്ല. ഞാൻ കേന്ദ്ര സർവകലാശാലയുടെ അധ്യാപന സമയത്ത് ഒബ്സർവറായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഇലക്ഷൻ പ്രോസസ്സിൽ കൂടുതലും പങ്കെടുക്കുന്നത് സംസ്ഥാന സർവീസിലെ ജീവനക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒരു ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയല്ല ഈ പ്രോസസ്സ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന
വിശേഷിച്ചും റവന്യൂ ഓഫീഷ്യൽസിന് മേൽക്കോയ്മയുള്ള ഒരു സംവിധാനമാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിലെ ന്യൂനതകളെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, തെറ്റുകളെ തിരുത്താം, അപാകതകളെ തിരുത്താം. പക്ഷേ ഇലക്ഷൻ വ്യവസ്ഥയെ തള്ളിപ്പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്, നമ്മുടെ മഹത്തായ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ നമ്മൾ തള്ളിപ്പറയുന്നതാണ്. അത് കോൺഗ്രസ് പാർട്ടി അത് ചെയ്യാൻ പാടില്ല.